സെമിയോട്ടിക്കയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പ് വിശകലനത്തിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്ന മണ്ഡലങ്ങൾ കണ്ണൂർ, കോഴിക്കോട് നോർത്ത്. നമുക്ക് കണ്ണൂരിൽ നിന്ന് ആരംഭിക്കാം. നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ രാമേന്ദ്രൻ കടന്നപ്പള്ളിയാണ് ഇവിടുത്തെ LDF സ്ഥാനാർത്ഥി. UDF സ്ഥാനാർത്ഥി TO മോഹനൻ, NDA സ്ഥാനാർത്ഥി BJPയിലെ C രഘുനാഥ്. 2021 തിരഞ്ഞെടുപ്പിൽ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ രാമേന്ദ്രൻ കടന്നപ്പള്ളി ജയിച്ച മണ്ഡലമാണ് കണ്ണൂർ. ഓരോ സ്ഥാനാർത്ഥികളുടെയും ജയപരാജയങ്ങളെ സ്വാധീനിക്കുന്ന 5 ഘടകങ്ങളിൽ കണ്ണൂരിലെ വോട്ടർമാർ ഓരോ മുന്നണികളെയും എങ്ങനെ വിലയിരുത്തുന്നു എന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക വികസനത്തിൽ LDFനാണ് കണ്ണൂരിലെ വോട്ടർമാർ 1ാം സ്ഥാനം കൊടുക്കുന്നത്. 2ാം സ്ഥാനം UDFന്. യുവജന പിന്തുണയിൽ 1ാം സ്ഥാനത്ത് വരുന്നത് NDA ആണ്. 2ാം സ്ഥാനത്ത് UDF. വോട്ടർമാരുടെ വിശ്വാസ്യതയിൽ UDF 1ാം സ്ഥാനത്തും LDF 2ാം സ്ഥാനത്തുമാണ്. നേതൃപാടവത്തിൽ LDFന് 1ാം സ്ഥാനവും UDFന് 2ാം സ്ഥാനവുമാണ്. സഹിഷ്ണുതാപരമായ രാഷ്ട്രീയത്തിൽ UDF 1ാം സ്ഥാനം കരസ്ഥമാക്കിയപ്പോൾ LDF 2ാം സ്ഥാനത്താണ്. വോട്ടർമാരെ സ്വാധീനിക്കുന്ന ഓരോ ഘടകങ്ങളെയും സമഗ്രമായി അവലോകനം ചെയ്തുകൊണ്ട് സെമിയോട്ടിക്ക AI നമ്മൾക്ക് വേണ്ടി പ്രവചിക്കുകയാണ്. നമുക്ക് നോക്കാം. കണ്ണൂർ 6 ജയിക്കും. കണ്ണൂരിന് വ്യക്തമായ ഒരു മുന്നേറ്റമാണ് സെമിയോട്ടിക്ക AI പ്രവചിക്കുന്നത്. UDF സ്ഥാനാർത്ഥി 51% വോട്ട് വീതം നേടി അവിടെ ജയിക്കും എന്നതാണ് സെമിയോട്ടിക്ക AIയുടെ പ്രവചനം. ഇനി നമുക്ക് കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലേക്ക് പോകാം. ഇവിടെ LDF സ്ഥാനാർത്ഥി തോട്ടത്തിൽ രവീന്ദ്രൻ, UDF സ്ഥാനാർത്ഥി K ജയന്ത്, NDA സ്ഥാനാർത്ഥി BJPയിലെ നവ്യ ഹരിദാസ്. 2021 തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി തോട്ടത്തിൽ രവീന്ദ്രൻ വളരെ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ച ഒരു മണ്ഡലമാണ് കോഴിക്കോട് നോർത്ത്. സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെ തീരുമാനിക്കുന്ന ഓരോ ഘടകങ്ങളിലും കോഴിക്കോട് നോർത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് ഓരോ പാർട്ടികളെയും അവരുടെ സ്ഥാനാർത്ഥികളെയും വിലയിരുത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക വികസനത്തിന് LDFനാണ് 1ാം സ്ഥാനം, UDF 2ാം സ്ഥാനത്താണ്. യുവജന പിന്തുണയിൽ വീണ്ടും NDA 1ാം സ്ഥാനത്താണ്, UDF 2ാം സ്ഥാനത്ത്. വോട്ടർമാരിലെ വിശ്വാസ്യത, നേതൃപാടവം, ഈ ഘടകങ്ങളിൽ LDF 1ാം സ്ഥാനത്തും UDF 2ാം സ്ഥാനത്തുമാണ്. സഹിഷ്ണുതാപരമായ രാഷ്ട്രീയത്തിൽ UDF 1ാം സ്ഥാനത്താണ്, LDF 2ാം സ്ഥാനത്ത്. ഓരോ സ്ഥാനാർത്ഥികളുടെയും ജയപരാജയങ്ങളെ സ്വാധീനിക്കുന്ന എല്ലാ ഘടകങ്ങളെയും കൂട്ടിയിണക്കി സെമിയോട്ടിക്ക AI എന്താണ് പ്രവചിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കോഴിക്കോട് നോർത്ത് ആരോടൊപ്പമാണ്? ഇവിടെ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് സെമിയോട്ടിക്ക AI പ്രവചിക്കുന്നത്. UDF സ്ഥാനാർത്ഥിയായ K ജയന്തിന് ഒരു നേരിയ ഭൂരിപക്ഷം ഉണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അദ്ദേഹം ആ നേരിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുവാനാണ് സാധ്യത. വീണ്ടും മറ്റൊരു മണ്ഡലവുമായി നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നതുവരെ നന്ദി, നമസ്കാരം. വി ആർ സൈനിങ് ഓഫ്. ഗുഡ് ഡേ.